പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശിരസ്സ് നമിച്ച് നമുക്ക് ഒരിക്കൽ കൂടി അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ മനോഹരമായ ദിവസം ഒരുക്കി തന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ഇടങ്ങി വരികയും ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ഹൃദയത്തെ കത്തിജ്വലിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിലെല്ലാം പരിശുദ്ധ അമ്മ ചെയ്തു തന്നിട്ടുള്ള ഇതുവരെ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പരിശുദ്ധമ്മയെ ഓർത്ത് അമ്മയെ ഈശോയെ നൽകിയ എല്ലാ ക്രമങ്ങളെയും ഓർത്ത് ഇരുകരങ്ങളെ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഇതുവരെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കൃപാവരങ്ങളെയും ഓർത്ത് ഞങ്ങളിവിടെ കടന്നു വന്ന കണ്ണീരോടെ അഭിഷേകത്തെ ഓർത്ത് ഞങ്ങൾക്ക് സ്വർഗ്യം ലഭിച്ചുള്ള അമ്മയെ ഓർത്ത് ഞങ്ങൾക്ക് ലഭിച്ച തിരുമണിക്കൂറുകളെ ഓർത്ത് ലോകസൗഖ്യങ്ങളെ ഓർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിനാണ് സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന. വീക്ഷിക്കൊണ്ട് നമുക്ക് ആരാധന. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഇരു കാര്യങ്ങളെ ഉയർത്തി ദീപികാനനാഥനെ ആരാധിച്ചുകൊണ്ട് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി കർത്താവേ, ആരാധന.
യേശുവേ, അഭിഷേകത്തിന്റെ അഗ്നി ഇപ്പോൾ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുമണിക്കൂറുകളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന വചനങ്ങളിലൂടെ ഹൃദയം കത്തിജ്വലിക്കപ്പെടുവാൻ ഇടയാക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും ഇവിടെ കടന്നവർക്ക് എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ജീവിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായി നമ്മുടെ വിവിധ ആവശ്യങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും, പുതുക്കലിലൂടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും, ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ്, ഓൺലൈൻ ഉടമ്പടി, ഇന്ന് ആദ്യമായി ഇവിടെ കടന്നു വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ വെച്ചിട്ട് ഇതുവരെയും ലഭിക്കാതെ പോയിട്ടുള്ള വിഷയങ്ങൾ, ഈ കൃപാസനത്തെ ഓരോ ശുശ്രൂഷ മേഖലകളെയും, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഇവിടുത്തെ ഓരോ ശുശ്രൂഷയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ സമസ്ത മേഖലകളെയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ നാമം പ്രഘോഷിക്കുവാൻ ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ വിവിധ ആവശ്യങ്ങൾ മൗനമായി പരിശുദ്ധ അമ്മയ്ക്ക് മാധ്യസ്ഥം സമർപ്പിച്ചുകൊണ്ട് മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേൻ. ഒരിക്കൽ കൂടി കർത്താവിനെ നമുക്ക് ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. കർത്താവേ നന്ദി, ഹല്ലേലൂയ, മഹത്വം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ ആരാധനയിലെ ആദ്യ അവസാനം അഭിഷേകത്തോടെ പങ്കെടുക്കുവാൻ ആത്മാവിന്റെ നിവേശനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈ ആരാധനയുടെ ആദ്യ അവസാനം ഈശോയെ നിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സ്വന്തം മക്കളായി ഞങ്ങളെ ഉയർത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പുതുതായിട്ട് എടുക്കുന്നവർക്കും ഉടമ്പടി ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ
ഈ പുതിയ ജീവിതത്തിൽ പുരോഗമിക്കുന്നവർക്കുമാണ് ഈ ഉടമ്പടി ധ്യാനം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഉടമ്പടി വർക്കൗട്ടാകാൻ വേണ്ടി അതിൻ്റെ ചില നോ ഹൗ, അതായത് ചില അറിവ് സൂത്രങ്ങൾ ആണ് ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ സംക്ഷിപ്തം, അതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത്. ഉടമ്പടിയുടെ ഡൈനാമിസം അല്ലെങ്കിൽ മെക്കാനിസം, ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ്, എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ ഇഫക്റ്റിലേക്ക് ഉടമ്പടി വരുന്നത്. ഉടമ്പടി എന്താണ് ബേസിക്കായിട്ട്, അങ്ങനെയുള്ള ഉടമ്പടി ജ്ഞാനങ്ങളാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നമ്മൾ മറ്റ് ശാസ്ത്രീയ പുസ്തകങ്ങൾ സൂക്ഷ്മതയോടെ സമീപിക്കുന്ന പോലെയാണ് ഉടമ്പടിയെ സമീപിക്കേണ്ടത്. ഇവിടെ ഇമോഷന് വലിയ പ്രാധാന്യമില്ല. നമുക്ക് പക്ഷേ ഉള്ളൊരു അവസ്ഥ, നമ്മൾ വൈകാരികമായ രീതിയിൽ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരാണ്. 50 കൊല്ലം കരിസ്മാറ്റിസം ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ കരിസ്മാറ്റിസത്തിലും തന്നെയല്ല കാത്തലിക് പ്രേയേഴ്സിലുമൊക്കെ വൈകാരിക അംശമുണ്ട്. കരിസ്മാറ്റിസത്തിൽ കുറച്ചുകൂടി വൈകാരികതയ്ക്ക് മുൻകൈയുണ്ട്. അങ്ങനെ ഒരു ഫോർമാറ്റിലൂടെ ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു സമൂഹത്തെ പെട്ടെന്ന് ഡിഫോർമാറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് സാവകാശം വേണം. ഉടമ്പടി ഒരു ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, ബുദ്ധിപരമായ ഒരു നിക്ഷേപമാണ്. അവിടെ വൈകാരികതയ്ക്ക് വലിയ പ്രാധാന്യമില്ല. എന്നാൽ ഈ വൈകാരിക പ്രാധാന്യമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമോഷൻസിന് പ്രാധാന്യമില്ല. പക്ഷേ ലവ് അതിൻ്റെ ജെന്യുവിൻ തലങ്ങളിൽ ആണ് ഇവിടെ പ്രയോഗിക്കുന്നത്. സ്നേഹമാണ് ഉപയോഗിക്കുന്നത്. ഉടമ്പടിയിലെ സ്പിരിറ്റ് ലവ് ആണ്, ലവ് ഓഫ് ഗോഡാണ് ഇതിൻ്റെ സ്പിരിറ്റ്. പക്ഷേ അതിൻ്റെ ജെനുവിൻ ഫോമാണ്. എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത, ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങിച്ചാൽ അതിൻ്റെ ക്രീമി ആയിട്ടുള്ള ആ അവസ്ഥകൾക്ക് വലിയ വിറ്റാമിൻസ് ഒന്നുമില്ല, ഷുഗർ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉടമ്പടിക്കില്ല. ഉടമ്പടി എപ്പോഴും അതിൻ്റെ മിനറൽസിലേക്ക് പോവുകയാണ്. ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്? നമ്മളുടെ വൈകാരികമായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഉടമ്പടി റിസൾട്ട് ഉണ്ടാകത്തില്ല. അത് നമുക്ക് വികാരം കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഉടമ്പടി റിസൾട്ടില്ല. ഇത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഉടമ്പടി എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഗലാത്യർ 5:6 ഗലാത്യർ 5:6. അതായത് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. സ്നേഹത്തിലൂടെ ഏറ്റു പറഞ്ഞേ, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പൊ വിശ്വാസമാണ് സുപ്രധാനമെന്നല്ല പറയണത്. ഉടമ്പടിയിൽ വിശ്വാസമല്ല സുപ്രധാനം. അതാണല്ലോ വ്യത്യാസം. വിശ്വാസമാണ് സുപ്രധാനമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഉടമ്പടിയിൽ വിശ്വാസമല്ല സുപ്രധാനം. പിന്നെ എന്താണ് സുപ്രധാനം? അത് ഗലാത്യർ 5:6. അതായത് സ്നേഹത്താൽ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. ഇപ്പം വിശ്വാസമാണ്, പക്ഷേ അത് പ്രവർത്തന നിരതമായിരിക്കുന്നത് ഔട്ട് ഓഫ് ലവ് ആണ്.
ആരോട്? ദൈവത്തോട്, മനുഷ്യനോട്. ദൈവത്തോടും മനുഷ്യനോടുള്ള ഈ ലവ് ലെവലെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഉടമ്പടി അതിൻ്റെ റേറ്റിംഗ് വർദ്ധിക്കും. അതുകൊണ്ട് എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉടമ്പടി സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. ഈ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അകത്ത് സ്നേഹത്താലാണ് പ്രവർത്തനം നിരതമാണെങ്കിൽ കാണുമ്പോൾ അറിയാൻ പറ്റുമത്. ഇതെല്ലാം ടാൻജിബിളാണ്, കോൺക്രീറ്റായിട്ട് ടാൻജിബിളാണ്. നിങ്ങളുടെ വിശ്വാസം സ്നേഹത്താലാണ് പ്രവർത്തന നിരതമെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും. കാര്യം അതിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കും, വേഗത കൂടും. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിളിലെല്ലാം പ്രത്യേകിച്ച് പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈശോ വേഗതയെക്കുറിച്ച് സംസാരിക്കും. നമ്മൾ ബേസിക്കായിട്ട് ക്രിസ്ത്യൻസ് ഫെയ്ത്ത് എന്താണ്? കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. നമ്മുടെ എല്ലാ ആക്ഷൻസും നമുക്ക് ഉണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങൾ നമുക്കൊരു കേവല പ്രവർത്തനമില്ല. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് കണ്ണട കൊടുക്കുന്നുണ്ട്, ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇല്ല, ഓരോരോ മതക്കാരും ഓരോരോ പ്രസ്ഥാനക്കാരും ഓരോരോ സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെയാണ് ആ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ വർക്ക് ആ വർക്ക് ഫോർ ദ സേക്ക് ഓഫ് വർക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് നമുക്ക് വർക്ക് വരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് വരുന്നത്. ഇപ്പം നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ രോഗികളെ പോയി കാണുന്നു. ഉടമ്പടിയിൽ അങ്ങനെ കുറേ വർക്കില്ലേ? ഉടമ്പടി മുഴുവനും വർക്കാണല്ലോ. നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഞാനിത് ചെയ്യുന്നത് ഉടമ്പടിയുടെ പ്രീക്രിസിസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ആണോ, അതിൻ്റെ ഒരു ആവശ്യം നിറവേറ്റുകയാണോ, അതോ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണോ? ഇത് തമ്മിൽ തിരിച്ച് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണോ, അതോ ഉടമ്പടി ആലപ്പുഴപ്പ് എടുത്തത് കാരണം അതിൻ്റെ ബേസിക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയാണോ എന്ന് ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് എന്നാണ് കറക്റ്റ് ഉത്തരം. പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്ന് പറയണത് അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നവരെ കണ്ടാൽ അറിയാൻ പറ്റും. നിങ്ങളിങ്ങനെ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് രോഗികളെ പോയി കാണുന്നത്, പരസ്യമൊക്കെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യണതെന്ന് പറയാം നമുക്ക്. പക്ഷേ അത് മിക്കവാറും അക്കൗണ്ടബിൾ ആകത്തില്ല. അക്കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡുണ്ട്. പറഞ്ഞ മനസ്സിലായി? പുനരുത്ഥാനവും സ്പീഡും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. പുനരുത്ഥാനത്തിനാണ് നീ സാക്ഷ്യം വഹിക്കണമെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് സ്പീഡുണ്ട്. കാരണം പുനരുത്ഥാനം എല്ലാം സ്പീഡാണ് നടക്കുന്നത്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് സാക്ഷ്യമാണ്, പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം അപ്പോസ്തലന്മാർ സ്പീഡിലാണ് ചെയ്യണത്. അല്ലാതെ ആക്കാനും വേണ്ടി ഒക്കാനിക്കണ പോലെ ഒക്കുമ്പോൾ ഒക്കട്ടെ എന്നും പറഞ്ഞ് മഴയും മാറി വെയിലും വരട്ടെ, വെയിൽ മാറി മഞ്ഞ് വരട്ടെ, മഞ്ഞ് പോകുമ്പോൾ ശരീരം നാടൊന്ന് ചൂടാകട്ടെ, ഇങ്ങനെ ഓരോരോ വകുപ്പ് പറഞ്ഞിട്ട് അറച്ചറച്ച് നിൽക്കുന്ന ആൾക്കാരില്ലേ? യു ആർ നോട്ട് ആക്ച്വലി വിറ്റ്നസിങ് ദ റിസറക്ഷൻ ഓഫ് ജീസസ്. അത് യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അറച്ചറച്ചാണ് ഓരോ ചെയ്യണത്. ഇന്ന് വെയിലല്ലേ, ഇപ്പം ചിലക്കരെ കുളിക്കാൻ പോയി നിൽക്കത്തില്ലേ, അപ്പോൾ വെള്ളത്തെ തൊട്ട് നോക്കി അതിന് കൈ കുടഞ്ഞ് ചൂടാണോ തണുപ്പാണോ നോക്കിയിട്ട് അങ്ങനെ നോക്കി അറച്ചറച്ച് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് വിറ്റ്നസിങ് ജീസസ്.
അതായത് ഈ മത്തായി ശ്ലീഹ 28:7. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മത്തായി 28:7. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴെന്താ ആ വചനം ഒന്ന് വായിച്ചേ? മത്തായി ശ്ലീഹ 28:7 ഒന്ന് വായിച്ചേ. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. ഒന്നേറ്റ് പറഞ്ഞ അവൻ വന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ യേശു സ്പീഡിലാണ് പോണത്. കാരണം നിങ്ങൾക്ക് മുമ്പേ പോകുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം യേശു ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പേ പോകും. പക്ഷെ അതിനോട് കോമ്പറ്റീറ്റീവായിട്ടൊരു സ്പീഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് പറയണത്. പുനരുത്ഥാനത്തിൻ്റെ സ്പീഡ് അതാണ്. എന്ന് വെച്ചാൽ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ രോഗികളെ നമ്മൾ കുറേ കാര്യങ്ങൾ ഉടമ്പടി വർക്ക് ചെയ്യണത് അത് എപ്പോഴും വർക്ക് ചെയ്യണത് പ്രവർത്തനങ്ങളിലൂടെയാണ്, അല്ലാതെ ചൊല്ലലിലൂടെയല്ല. നമുക്ക് ഏറ്റവും വന്നിരിക്കുന്ന ഒരു ഗതികേട് നമ്മുടെ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതും ഒരു 2000 കൊല്ലങ്ങളായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ചൊല്ലുന്നതിലാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് കുറയാനുള്ള കാരണം അതാണ്. അതായത് ഇതിനൊരു മിനിമം സ്പീഡുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആക്ഷനുണ്ട്. മിനിമം സ്പീഡ് ആൻഡ് കറസ്പോണ്ടിങ് ആക്ഷൻ ഇതെല്ലാം പുനരുദ്ധാനത്തിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. മിനിമം സ്പീഡ് യേശു ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, കാര്യം നമുക്ക് മുമ്പെയാണ് പോണത്. പക്ഷെ അതിൻ്റെ ഒപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേഗം ചെല്ലാൻ പറയണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കാവുന്ന കണ്ടു. ഇപ്പം ചില ചേച്ചിമാരുണ്ടല്ലോ, ഇപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ ഒരു മകള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചത്, അവർക്ക് വരുമാനമില്ല. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ അവർക്കൊരു വരുമാനം കിട്ടി. എന്താ വരുമാനം കിട്ടിയ വെച്ചാൽ ഒരു ഫ്ലാറ്റിൽ അത് ക്ലീൻ ചെയ്യാനുള്ള, ഒരു മുറി ക്ലീൻ ചെയ്യാനുള്ള വരുമാനം കിട്ടി. പക്ഷേ എന്നാ ചെയ്തിരിക്കണവർ, അവരിപ്പോൾ 11 ഫ്ലാറ്റാണ് വർക്ക് ചെയ്യണത്. 2 മണിക്കൂർ 1 മണിക്കൂർ വെച്ച് 11 ഫ്ലാറ്റ്, രാവിലെ മുതൽ 6 തൊട്ട് വൈകുന്നേരം 6 മണി വരെ 11 ഫ്ലാറ്റ് ക്ലീൻ ചെയ്യും. 11 ഫ്ലാറ്റ് മുറികൾ ക്ലീൻ ചെയ്യുമ്പോൾ 1 മണിക്കൂറിന് ഇത്ര രൂപയെന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അവിടെ കടങ്ങളെല്ലാം പരിഹരിച്ചു. ദാറ്റ് മീൻസ് അവർക്കുള്ള ലിമിറ്റഡ് ടൈം കൊണ്ടാണ് അവർ സ്പീഡപ്പ് ചെയ്തിട്ട് 11 ഫ്ലാറ്റിലെ 12 മണിക്കൂർ കൊണ്ട് ഓടി മാറ്റുകയും അല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ സ്പീഡാണ് നമ്മൾ ഭൗതിക ജീവിതത്തിൽ കാണിക്കണ ഇതേ സ്പീഡ് തന്നെ പുനരുദ്ധാനത്തിലേക്ക് വരണം. ക്രിസ്തുവിന് തോന്നണം നമ്മൾ ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളാണെന്ന്. വേറെ ഒരു പ്രശ്നമില്ല. വെദർ നിങ്ങൾ ക്രിസ്ത്യനാണോ, CSI ആണോ, മർത്തോമയാണോ, നോൺ ക്രിസ്ത്യൻ ആണോ, ഇതൊന്നും ക്രിസ്തുവിന് പ്രശ്നമല്ല. ക്രിസ്തുവിന് അറിയേണ്ടത് നിങ്ങൾ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്നാണ്. അതാണ് വിഷയം. പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ജീവിതം കൊണ്ട്? അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് ആ സ്പീഡ് ഉണ്ടാവും. അല്ലെങ്കിൽ 5 പത്രം ഇന്ന് കൊടുത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഈ കൃപാസനം പത്രം ഇത്രയേറെ കത്തി ലോകം മുഴുവൻ പടർന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെയൊക്കെ പോയിരിക്കണ 80,000 പത്രമാണ്. നിങ്ങളൊന്ന് ചോദിക്കുക, എവിടെയല്ലേ കേരളത്തിൽ എവിടെ പോയി നോക്കിയാലും ഒരാൾ പത്രം കൊണ്ട് നിൽക്കണ കാണാം.
എന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സിൽ ഞാൻ പട്ടം മേടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിനെ അടുത്തിരുത്തിക്കൊണ്ടല്ലേ ഞാൻ പറയണത്. എനിക്കൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണമെന്ന്, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ മിഷൻ ഉടുപ്പ് സ്വന്തമായി എടുത്തിട്ടതാണത്. അല്ല, ഇത് ആരും എനിക്ക് തന്നതല്ല. ഞാനൊരു പാരിഷ് പ്രീസ്റ്റാണ്. ഞാൻ വെള്ള ഉടുപ്പൊക്കെ തന്നെ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചത്. എനിക്ക് മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉടുപ്പ് ചേഞ്ച് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റായിട്ട് നമുക്ക് ബോധ്യങ്ങളുണ്ടാകണം. അതായത് നമ്മൾ ഒരു പട്ടം മേടിച്ചാൽ സ്വാഭാവികമായിട്ട് ഇടവക വികാരിക്ക് ആവശ്യത്തിനേറെ ജോലിയുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എക്സ്ട്രാ ജോലി മേടിച്ചത്. എക്സ്ട്രാ ഈ ആൾക്കാരെ കാണാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിന് പ്രതിവിധി കാണാനും, പ്രതിവിധി കണ്ടില്ലേ കാണുന്നവരെ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കാനും, അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് കർത്താവ് എക്സ്ട്രാ ഗ്രേസ് തന്നത്. എൻ്റെ മക്കളെ ഓർക്കുക, നമുക്ക് ഒരു വിഷയം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം യു നീഡ് എക്സ്ട്രാ ഗ്രേസ് എന്നതിൻ്റെ അർത്ഥം. അല്ല, വേറെ ഒരു അർത്ഥവുമില്ല. നിനക്ക് കടമാകാം, രോഗമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടറവാകാം. ദാറ്റ് മീൻസ് അത് നിന്നോട് പറയണത് യു നീഡ് എക്സ്ട്രാ പവർ, എക്സ്ട്രാ ഗ്രേസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വഴി അന്വേഷിച്ചാൽ മതി, വേറെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. നിനക്കൊരു പുതിയ ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു നീഡ് എക്സ്ട്രാ ഗ്രേസ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കർത്താവിൻ്റെ രീതിയാണെങ്കിൽ നമുക്ക് ഈ മലയാളിക്ക് എന്നാ പറ്റിയെന്നറിയാമോ? മലയാളിക്ക് പറ്റുന്ന മലയാളികളുടെ ജനിതകമായ കുറേ പ്രശ്നങ്ങളുണ്ട്. മലയാളിയുടെ ജനിതകമായ കുറേ തകരാറുണ്ട്. കാര്യം മലയാളി ആധ്യാത്മയുടെ വളരാൻ ഭയങ്കര പാടാണ്. അഥവാ ഇനിയിപ്പോൾ വിശുദ്ധന്മാരൊക്കെ ഇപ്പോൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്വാളിറ്റേറ്റീവ്ലി കുറവാണ്. ഞാൻ ഇവരാരും അത്ര അവരുടെ ക്വാളിറ്റിയെക്കുറിച്ച് അത്രയ്ക്ക് എനിക്ക് ധാരണ ഇല്ലാത്ത ഒരാളാണ്. കാര്യം അതായത് 2000 വർഷം ഇവിടെ സഭ ജീവിക്കുമ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ക്വാളിറ്റി ഉണ്ടായാൽ പോരാ. അതാണ് വിഷയം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദേവസഹായം പിള്ളയുടെ ആ ക്വാളിറ്റി 10-50 കൊല്ലം സഭയിൽ സന്യാസ ജീവിതം നടത്താൻ അവർക്കില്ല. അതെന്താണ്? അത് മറുപടി പറയേണ്ടതാണ്. ദേവസഹായം പിള്ള 1 കൊല്ലം കൊണ്ടുണ്ടാക്കിയ ആ കൃപ എന്ന് പറയണതും ആ രക്തസാക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന് ലഭിച്ച സാഹചര്യത്തോട് അദ്ദേഹം മീനിങ്ഫുള്ളായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നേടിയെടുത്ത കൃപ 50 കൊല്ലം സന്യാസ ജീവിതം, സമർപ്പണ ജീവിതം ജീവിച്ച മറ്റു വിശുദ്ധന്മാർക്ക് ഉണ്ടോ എന്നുള്ളത് സഭ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണില്ല. പക്ഷേ അഭിപ്രായം ഇന്നല്ലെങ്കിൽ നാളെ സഭയ്ക്ക് പറയേണ്ടി വരും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന സാഹചര്യത്തോടെ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത്. ഇപ്പം നിങ്ങളുടെ മക്കളുടെ IELTS അല്ലെങ്കിൽ നിങ്ങളുടെ IELTS വസ്തുവിക്കാത്ത കാര്യവും ജപ്തി പുരയിടത്തിൻ്റെ കാര്യവും ഒക്കെയാണ് എന്നോട് പറയണത്. പക്ഷേ അതിനെല്ലാം സമാധാനം ഈ ആൾക്കാരെ ഉണ്ടാവും. കാര്യം നമ്മുടെ ആൾക്കാരുടെ ചരിത്രം അതാണ്. 10,000-കണക്കിന് മനുഷ്യരെ കണ്ണുനീരിട്ടിട്ട് എല്ലാവരും തന്നെ സാക്ഷ്യം പറഞ്ഞ ഒരു ആൾത്താറയാണത്. അപ്പം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയണത്, നിങ്ങൾക്ക് ദൈവം ഒരു കൃപ ആർജിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം ഇപ്പോഴത്തെ ഭൗതികമായ ആനുകൂല്യം നേടിയെടുക്കുന്ന മിനിമം പ്രോഗ്രാമാണ് നിൻ്റെ മക്കൾ ധരിച്ചു പോയാൽ നിങ്ങൾ തോറ്റെന്ന് ഞാൻ പറയും. എന്താ പ്രശ്നം വെച്ചാൽ ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല. ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഒരു മോശമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിനോട് സുവിശേഷവിഹിതമായി പോസിറ്റീവ് റെസ്പോണ്ടിങ് നടത്തിയിട്ട് അതിലൂടെ ആർജിക്കുന്ന ഒരു കൃപയെക്കുറിച്ചാണ് ദൈവം നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ക്യാഷ് ആൻഡ് കൈൻഡ് ബ്ലെസ്സിങ്സ് അല്ല, ദൈവത്തിൻ്റെ കൃപയാകുന്ന ശക്തി തന്നെയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അത് നിന്റെ കൃപ വന്ന് നിറയാനുള്ള സാഹചര്യമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ നിങ്ങളുടെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ മോഡാണ്. പുനരുദ്ധാനത്തിനാണ് നിങ്ങൾ സാക്ഷ്യം നൽകുന്നതെങ്കിൽ ഉടമ്പടിയിലൂടെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ ദൗത്യത്തിനും അത് പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ആണ് അതിൻ്റെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ ഇറ്റ് മസ്റ്റ് കീപ്പ് എ മിനിമം സ്പീഡ്. അതിനൊരു സ്പീഡ് കീപ്പ് ചെയ്യണം. മനസ്സിലായില്ലേ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇപ്പം മരിയ സ്പിരിച്വാലിറ്റി ആയാലും ഇപ്പം അമ്മയായാലും നമുക്കറിയാം ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അമ്മയായാലും കാര്യം ഇതിനൊരു അതറിയണമെങ്കിലേ ഇപ്പം ലുക്കാൻ്റെ സുവിശേഷമില്ലേ 1:39 എടുത്ത് ശ്രുതികണ്ട ഹല്ലേലൂയ ലൂക്ക 1:39. ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെട്ടെന്ന് എഴുതിയാൽ മതി. ആ സെന്റൻസ് ഓക്കെയാണ്. യാത്ര പുറപ്പെട്ടെന്ന് എഴുതിയാൽ ആ സെന്റൻസ് ഓക്കെയാണ്. പക്ഷേ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം അതെഴുതിയ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ സെന്റൻസ് ഓക്കെ ആണെങ്കിൽ തിടുക്കത്തിൽ എന്ന് കൂട്ടിച്ചേർക്കണം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിയുടെ നിന്ദയാലേ കഴിവല്ല നിൻ കൃപയാലേ ബലമല്ല നിന്ദയാലേ ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എന്നേശുവേ ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എന്നേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു സാക്ഷിയുടെ സ്പീഡ് മോഡ് കണ്ടില്ലേ? ഇതാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഇതിനെ ഇപ്പം മരിയ സ്പിരിച്വാലിറ്റിയാണ് നിങ്ങളെ പ്രയോഗിക്കണമെങ്കിലും അതിനും തിടുക്കമുണ്ട്, മിനിമം സ്പീഡുണ്ട്, മരിയ സ്പീഡുണ്ട്. ആ സെൻറ്റൻസ് പൂർത്തിയാകണത് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടെന്നാണ്. ഇത് തന്നെയാണ് പുനരുദ്ധാനത്തിൻ്റെ വക. ഇപ്പം നമ്മൾ ലൂക്ക 1:39 സെൻറ്റ് മാത്യു 28:7 അടുപ്പിച്ച് വെച്ച് വായിച്ചാൽ മനസ്സിലാകും. പുനരുദ്ധാനത്തിൽ ക്രിസ്തുവിന് ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ യാത്ര ചെയ്യണം, ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞ സ്പീഡാണ്. മനസ്സിലായില്ലേ? സ്പീഡാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉടമ്പടി വിഷയത്തിൻ്റെ സ്പീഡ് ഇപ്പം നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക്കായിട്ട് സ്ലോയാണ്. ഇപ്പം 15 പത്രം മേടിച്ചാൽ 30 ദിവസം കൊണ്ട് കൊടുത്തു തീർക്കുന്ന ആൾക്കാരില്ലേ? അത് 15 പത്രം മേടിച്ചാൽ ഒരു ദിവസം ഒരെണ്ണം കൊടുത്ത് ഇൻസ്റ്റാൾമെൻറ്റുകാരൻ വീട്ടിൽ വരുമ്പോൾ അപ്പോൾ പിന്നെ മുടക്കില്ലല്ല. ഇൻസ്റ്റാൾമെൻറ്റുകാരൻ ഒരെണ്ണം കൊടുത്താൽ മതിയില്ല. അത് കൊടുത്തൊരെണ്ണം അവസാനിപ്പിച്ചു. പിന്നെ 5 എണ്ണം കൊണ്ട് പള്ളിയിൽ പോകും. എന്നിട്ട് എവിടെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം എല്ലാവരും നോക്കി ചമ്മലില്ലാതെ ചളിപ്പില്ലാതെ ഇങ്ങോട്ട് വഴക്ക് കേൾക്കാതെ നിങ്ങളൊരു കാര്യം എപ്പോഴും ക്രിസ്തു എപ്പോഴും പറയുന്നൊരു വിഷയം എപ്പോഴും ക്രിസ്തു കമ്പാരിറ്റീവായിട്ടാണ് പറയണത്. എപ്പോഴും ക്രിസ്തുവിൻ്റെ വർത്തമാനത്തിൽ എപ്പോഴും കമ്പാരിസനുണ്ട്. നിങ്ങൾക്ക് മുമ്പേ എന്നാണ് പറയണത് അല്ലേ? നിങ്ങൾക്ക് മുമ്പേ. പക്ഷേ ആരെക്കുറിച്ചാണ് പറയണത്? വേശ്യകളും ചുങ്കക്കാരും എന്ന്. ഇതല്ലേ? ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഈ വെടിമരുന്നാണ് വെച്ചിരിക്കണം അതിൻ്റെ അകത്ത്.
എന്ന് വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്തിട്ട് നിങ്ങളെക്കാൾ മോശം ആധ്യാത്മിക നിലവാരമുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയും ഇവർ നിങ്ങളെക്കാൾ മുമ്പ് വരുമെന്ന് പറയും, ഇവർ നിങ്ങളെക്കാൾ മുമ്പ് വരുമെന്ന് പറയും. അതായത് ഇവിടെ എവിടെയൊക്കെ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്, താരതമ്യം വെച്ചിട്ടുണ്ട്. ഈ താരതമ്യം എന്തുകൊണ്ട് വെച്ചിരിക്കണത്? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക്കാണ്. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ താരതമ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ നമ്മൾ നിർത്തപ്പെടുന്ന ഉറപ്പാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് നിങ്ങൾക്ക് മുമ്പേ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 21:31. മത്തായി 21:31. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പൊ ഈ താരതമ്യം ദൈവത്തിന്റെ മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ അയൽവാസികളുടെ വർക്കുമായിട്ട് താരതമ്യപ്പെട്ടിരിക്കും. അത് ഉറപ്പല്ലേ? ദൈവത്തെ അറിയാത്ത നിങ്ങളെ എഴുതിത്തള്ളിയ ആൾക്കാരുമായിട്ട് നാളെ നിങ്ങൾ കമ്പയർ ചെയ്യും ദൈവം. അത് നമുക്ക് വരാൻ പോകുന്ന അപകടമാണ്. നമ്മൾ ഈ അപകടത്തെ അതിജീവിക്കാൻ തയ്യാറായിരിക്കണം ഇപ്പം തന്നെ. കാര്യം ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലുള്ള സംഭവമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ദൈവം കമ്പയർ ചെയ്യും, നമ്മളോട് കമ്പയർ ചെയ്യാൻ അനുവാദമില്ല. ഫിലിപ്പിയർ 4:2-3 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കമ്പയർ ചെയ്യണത് ലോകാരൂപി വെച്ചായിരിക്കും. ദൈവം കമ്പയർ ചെയ്യണത് ദൈവാരൂപി വെച്ചാണ്. അതാണ് കമ്പാരിസൻ്റെ വ്യത്യാസം. അതാണ് ഫിലിപ്പിയർ 2:3 വായിച്ച് ശ്രുതികട. ഹല്ലേലൂയ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. അടുത്തത്, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. പരസ്പരം കമ്പയർ ചെയ്യുന്നവർ വിഡ്ഢികളാണെന്നുണ്ട്. 2 Korinthos 10:12. 2 Korinthos 10:12. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ, പറഞ്ഞ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പരസ്പരം അളക്കുന്ന രീതിയുണ്ട്, പക്ഷെ അതിൻ്റെ മാനദണ്ഡം വേൾഡ് സ്പിരിറ്റാണ്. ദൈവം നമ്മൾ അളക്കും, അതിൻ്റെ മാനദണ്ഡം ദൈവിക അരൂപിയാണ്. വ്യത്യാസം അതാണ്. ദൈവം നമ്മൾ അളക്കും. നമ്മൾ അളക്കുന്ന ആരുമായിട്ടാണ്? നമ്മളെക്കാൾ നമ്മൾ ഡീപ്രമോട്ട് ചെയ്ത ആൾക്കാരുമായിട്ടാണ് നമ്മൾ അളക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ ആ അളവ് സംഭവിക്കും. നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മോട് തന്നെ കോമ്പറ്റ് ചെയ്തുകൊണ്ടാണ്. കാര്യം ഇന്നലെ നിൻ്റെ പോയിൻറ്റ്സ് പോരെ, ഇന്ന് നിനക്ക് ടൈമാണൊരു പ്രോബ്ലം. ഇന്നലെ നിനക്ക് 10 പോയിൻ്റ് ഗ്രേസ് ഉണ്ടെങ്കിൽ ഇന്ന് 11 പോയിൻ്റ് ഗ്രേസ് വേണം. അല്ലെങ്കിൽ വളർന്നില്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം വളരാതെ നിന്നാൽ തളർച്ചയാണുണ്ടാകുന്നത്. വളർന്നില്ലെങ്കിൽ പിന്നെ തളർച്ച ഉണ്ടാകത്തുള്ളൂ. അതാണ് എൻ്റെ കൗണ്ടിങ്. അതാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ ദിവസവും നൽകപ്പെടുന്ന സാഹചര്യങ്ങളോട്
കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ പുനരുത്ഥാനത്തോട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ മുന്നേറുവാൻ സാക്ഷ്യം വഹിച്ച് മുന്നേറുവാൻ സാക്ഷ്യം വഹിച്ച് മുന്നേറുവാൻ കൃപയാർജിക്കുവാൻ കൃപയാർജിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ വരുയാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. ഈ വരുയാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. നമ്മൾ തിരിച്ചു വരികയാണ്. കാര്യം നമ്മൾ ഇപ്പം എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ച് വിളമ്പി തരണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉടമ്പടി വിഹിതമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ മിനിമം സ്പീഡുണ്ട്. ക്ലിയർ അല്ലേ? ഇല്ലേ? രോഗികളെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ മാസം അല്ലേ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണത്, അപ്പോൾ ഈ രോഗികളെ പോയി കാണുന്നത് ഈ മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും മതിയല്ലോ എന്ന് നിശ്ചയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്പീഡ് നിശ്ചയിക്കും. മനസ്സിലായി? പിന്നെ നിങ്ങൾ ദൈവത്തോട് സ്പീഡാകണമെന്ന് പറഞ്ഞൊരു കഥയില്ലല്ലോ. ഉടമ്പടി സ്പീഡിൻ്റെ പ്രാർത്ഥനയാണ്. ഉടമ്പടിയുടെ സ്പീഡെന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാലേ, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്തുമാത്രം ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ലൈഫ് ടെക്കാൻ്റെ പേർ റിക്വസ്റ്റ് തുടങ്ങിയില്ലേ 2015 ഉടമ്പടിക്ക് മുമ്പേ അഗ്നി നക്ഷത്രം ഉദിച്ച പോലെ ഉദിച്ച സാധനമാണ് ലൈഫ് ടെക്കാൻ്റെ പേർ റിക്വസ്റ്റ്. അന്ന് അമ്മ എന്നോട് പറഞ്ഞത്, ലൈഫ് ടെക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇന്ത്യയിൽ ലോകത്തിൽ എവിടെ ഇരുന്ന് വേണ്ടും, ഏത് അന്റാർട്ടിക്കയിൽ ഇരുന്നും കൃപാസനത്തെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തീർത്തെളിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫോർമുല എനിക്ക് അതിൻ്റെ അകത്ത് അത്ഭുതം സംഭവിച്ചെന്ന് പറയണത്, കമ്പ്യൂട്ടറിനെക്കുറിച്ച് അത്രയ്ക്ക് ജ്ഞാനമില്ലാത്ത എനിക്കാണ് ആ ലിങ്ക് കിട്ടിയത്. ആരും എനിക്ക് തന്നതല്ല. ഞാനിങ്ങനെ ചുമ്മാ കമ്പ്യൂട്ടർ നോക്കിയിരുന്ന സമയത്ത് ഓരോ സാധനം ഇങ്ങനെ ചെക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ലിങ്ക് കിട്ടി. ലിങ്ക് കിട്ടിയ ഉടനെ പരിശുദ്ധാത്മാവ് എനിക്കൊരു പെട്ടെന്ന് എന്നെ ഫയർ ചെയ്ത് എന്നുവെച്ചാൽ പറഞ്ഞ്, ഈ ലിങ്ക് വെച്ചുകൊണ്ട് വേണമെങ്കിൽ മാതാവിൻ്റെ മുമ്പിൽ തിരികെത്തിക്കാൻ പറ്റും. അപ്പോൾ വേറെ ഒരു ലിങ്കായിരിക്കും കിട്ടിയത്. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിനെ ഉടനെ എമർജൻസി ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ലിങ്ക് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ട് ലോകത്ത് എവിടെ ഇരുന്നും മാതാവിൻ്റെ മുമ്പിൽ അവിടെ സങ്കടം പറഞ്ഞ്, എല്ലാവർക്കും ആലപ്പുഴ വരാനും കൃപാസനത്തിൽ വരാൻ പറ്റത്തില്ല. ഒന്നാമത്തേലും മലയാളികൾ പകുതി മുക്കാൽ ഇപ്പോൾ പുറത്താണ്. അവരുടെ പള്ളിയുമില്ല പട്ടക്കാരും ഇല്ലാത്ത ജീവിത സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഫിൻലാൻഡിൽ വരെ മലയാളിയുണ്ട്, അവിടെ പള്ളിയില്ല. -60 അവിടെ മലയാളി ജീവിക്കണത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, -60 ജീവിക്കണത് ഫിൻലാൻഡിലെ. അപ്പം അവിടെ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രെയർ ചെയ്യാനും അവർക്ക് വേണ്ടിയാണ് ഈ ലെറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് അമ്മ തന്നത്. ഇപ്പം എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അതിനുള്ള ആൾക്കാർ എന്നോട് ചോദിക്കുമായിരുന്നു, അച്ഛ ഇങ്ങനെ ഏതെങ്കിലും ഫൂ കണ്ടെത്തിയിരുന്നുണ്ട് ചുമ്മാ അവിടെ നിന്നുകൊണ്ടൊരു പേർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന്. അന്ന് അമ്മ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ആധ്യാത്മിക ആസ്തി എന്നാണത് അതിലേക്ക് ഷെയർ പോണത്. എന്നുവെച്ചാൽ 1986 മുതലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം കഠിന പ്രവർത്തനങ്ങളാണ്, അല്ലാതെ കൊച്ചു പ്രവർത്തനങ്ങളൊന്നുമല്ല. കടലിൽ കൺവെൻഷൻ നടത്താൻ ആർക്ക് പറ്റുമെന്ന് ഇപ്പോഴത്തെ എനിക്ക് ചിന്തിച്ചൊരു, ഞാൻ ഈ കഴിഞ്ഞ മാസം കടലിൽ പോയായിരുന്നു വള്ളത്തിൽ. അപ്പോൾ എന്താ കടലിൽ കൺവെൻഷൻ നടത്തുക എന്ന് പറയുന്നത്, അത് 10 കൊല്ലം നടത്തി. ആ വള്ളക്കാരെയും ബോട്ടുകാരെയൊക്കെ കടലിൽ പിടിച്ച് കൂട്ടിയിട്ട് അവിടെ നമ്മൾ ഓരോ കൊച്ചു വള്ളത്തിൽ പോയി അവിടെ കടലിലെ വള്ളങ്ങളെല്ലാം വെഞ്ചരിച്ച് വലിയ വള്ളത്തിൽ നമ്മൾ ഏണിയിട്ട് കയറി
അല്ലെങ്കിൽ അവിടെ നിന്ന് ടയർ കെട്ടിത്തന്നെങ്കിൽ ടയറെ പിടിച്ച് കയറി. അന്ന് ചെറുപ്പകാലമായിരുന്ന കാരണം അതൊക്കെ എനിക്ക് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ഓർക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അല്പം തെറ്റിയാൽ നമ്മൾ കടലിൽ വീണ അത് എന്തോ അത് ഒന്നാമത്തിലെ ഈ കടലിലെ തിരകൾ ഡിസംബർ മാസം അത് ചെയ്യണത് 1 മീറ്റർ എപ്പോഴും ഇങ്ങനെ പൊങ്ങി തന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളിങ്ങനെ കയറുന്ന അനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ ടയറിൻ്റെ എണ്ണം കൂട്ടി വരേണ്ടി വരും. നല്ല കാറ്റുമായിരിക്കും. എന്നാലും ഈ കാറ്റും കടലിലും കയറി അവിടെ നിന്ന് അവിടെയുള്ള ആൾക്കാരെ കുമ്പസാരിപ്പിക്കും. അതിൻ്റെ അകത്ത് അന്ന് എന്താ വെച്ചാൽ എൻ്റെ തലയിൽ മുഴുവൻ അടിച്ച് കയറിയിരുന്ന സംഭവം, ഒരു മനുഷ്യൻ പോലും എല്ലാവരും വിശുദ്ധി ജീവിക്കണം. അപ്പോൾ അതിനു വേണ്ടി കർത്താവിന് വേണ്ടി ചെയ്ത ജോലിയാണ്. പക്ഷെ അതിനൊക്കെ നല്ല മാർക്ക് കിട്ടി എനിക്ക്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിങ്ങൾ ഇപ്പോഴും ഇരിക്കത്തില്ലല്ലോ. ഇവിടെ കേരളത്തിലെ നവീകരണ ഫീൽഡ് എല്ലാം തളർന്നില്ലേ? എനിക്കറിയാൻ പാടില്ലേ? ഇപ്പോഴും ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരം ആറ്റിനടിക്ക് നഷ്ടപ്പെട്ടതുപോലെ നിരന്തര സാക്ഷ്യം പറയാൻ കാര്യം ആസ്തിഭദ്രതയാണ്. നല്ല കാലത്ത് കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. ഞാൻ അതാ നിങ്ങൾക്ക് തന്നിരിക്കണത്. അതുകൊണ്ട് നിങ്ങളും അച്ഛനെപ്പോലെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഉടമ്പടി എടുത്ത് അതിനെ ആക്കാനും വേണ്ടി വെക്കാനും ചേക്കാൻ വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുണ്ടാക്കരുത്. ദാറ്റ് ഈസ് മൈ പോയിൻറ്റ്. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം ഞാൻ വലിയ ആനക്കാര്യം പണ്ട് ചെയ്തതെന്ന് പറയാനല്ല. നിങ്ങളിപ്പം ചെയ്യുന്ന കാര്യം വേഗത ഉണ്ടാകണം. വേഗത വെറുതെ ഉണ്ടാവത്തില്ല. അതെന്ത് ചെയ്യണം? വേഗത വേണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം വേണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഗലാത്യർ 5:6 ടേക്ക് ഒന്നിട്ട് വായിച്ചോ. അത് ശ്രദ്ധിക്കട്ടെ. ഇത് മറന്നു പോകരുത്. ഗലാത്യ 5:6 ഇത് അതിന്റെ സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പോൾ നിങ്ങൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴേ അതിന് സ്പീഡ് ഉണ്ടാകണമെന്നതിൻ്റെ കാര്യം. സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്നേഹം കുറയുന്നുണ്ടെന്നാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉടമ്പടി പ്രകാരമുള്ള വർക്ക്, ഇപ്പോൾ രോഗികളെ കാണുക, അല്ല തറവാട്ടിൽ പോയി. ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ഈ ഇടവക വികാരി ആയത് കാരണം കുടുംബങ്ങളിലാണല്ലോ ജീവിക്കണേ. ഇടവക വികാരിമാരെ എവിടെ ജീവിക്കണേ? മേടയിലൊന്നും അല്ല ജീവിക്കണത്. ഒരു മരിപ്പുണ്ടായാൽ തന്നെ ആ വീട്ടിൽ 3 പ്രാവശ്യം പോകും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ ആ സ്നേഹ സമൂഹത്തിൽ പോയി അവിടെ താമസിക്കും. അത് പറഞ്ഞു തീർക്കണവരെ അവിടെ താമസിക്കും. ഇങ്ങനെ 10-30 കൊല്ലം ഇടവക ജീവിച്ചപ്പോൾ ഇടവകയുടെ എല്ലാ അലകും പിടിയൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വരേണ്ട ഒരു വിഷയമെന്ന് പറയണത്, നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുവെന്നല്ല പ്രശ്നം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേഗതയില്ല. ഇപ്പം തറവാട്ടിലൊക്കെ നമ്മൾ ഈ വീട് വെഞ്ചരിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവിടെയുള്ള നല്ല അപ്പന്മാരെയൊക്കെ അവർ കൊണ്ട് ചാർത്തിലാണ് പല വീട്ടിലും കിടത്തിയിരിക്കണത്. അവരൊന്നും മിണ്ടത്തില്ല. മിണ്ടിയിട്ട് കാര്യമില്ല. മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള പോലും വെച്ചതുപോലും കിട്ടത്തില്ല. അതുകൊണ്ട് മിണ്ടാതെ ഇങ്ങനെ കുറേ പ്രേതം കണക്ക് മനുഷ്യർ ചാർത്തുകളൊക്കെ. പണ്ട് ഇവർ അപ്പനാണെന്നാണ് പറയണത്. ഇവർ അപ്പനെന്ന് ഇപ്പോൾ വിളിക്കുന്നതാണെന്ന് അറിയത്തില്ല. പണ്ട് ഇവർ അപ്പൻ്റെ റോളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് പൈസയുമില്ല, ആരോഗ്യമില്ല, ചുമയും കൊരയും തൂറും മുള്ളുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവരെ ഒതുക്കി സൈഡ് ചെയ്തിരിക്കുകയാണ്. കാരണം അവരാരും പ്രധാന മുറികളിലോ ഒന്നുമില്ല എവിടെയെങ്കിലും. അവർക്ക് ചാർത്തില വാരത്തിലൊക്കെയാണ്. അപ്പം ഞാൻ ഒടുക്കത്തെ തന്നെ കൊടുക്കുന്ന ചാർത്തിലും വാരത്തിലുമാണ്. അവരപ്പനാണ് അവൻ്റെ. എന്നാൽ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അപ്പന്മാർ എത്ര മോശമായാലും പ്രധാന മുറി തന്നെ വൃത്തിയായിട്ട് ഉടുപ്പിച്ച് കിടത്തിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടമ്പടി കാലത്ത് ദൈവത്തിന് ഒരു നാഷണൽ ഹൈവേ ഉണ്ടാക്കേണ്ടി വരും. ഈ പഞ്ചായത്ത് റോഡാണ് പല ആൾക്കാരും. അതിൻ്റെ അകത്ത് മുഴുവൻ കുണ്ടും കുഴിയുമായിട്ട് കിടക്കുക. ദൈവത്തിന് വരാനുള്ളത് പല ആൾക്കാരും പഞ്ചായത്ത് റോഡിൽ കൂടിയാണ് വരണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുണ്ടും കുഴിയുമാണ് മുഴുവനും. ഒടിഞ്ഞും മടങ്ങിയും മിക്കവാറും വണ്ടി പകുതി പഴക്കമാകും അതിലൂടെ പോയി കഴിയുമ്പോൾ. ദൈവം വരത്തില്ല. അതായത് ദൈവത്തിനൊരു ദേശീയപാത ഒരുക്കണം ഉടമ്പടിയോട് കൂടി. നിങ്ങളുടെ എല്ലാ നിലപാടുകൾ, സമീപനങ്ങൾ,
അപ്പനോടും അമ്മയോടും രോഗികളോടുമുള്ള നിലപാടുകൾ. ഇപ്പം നിങ്ങൾക്കൊരു കാര്യമല്ലേ, എനിക്ക് അച്ഛനായപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നത് രോഗികൾക്ക് കുർബാന കൊടുക്കാനാണ്. കാര്യത്തിൽ ഞാൻ രോഗികൾക്ക് കുർബാന കൊടുത്ത് ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിവർത്തി കാര്യം എനിക്ക് പെട്ടെന്ന് ഈ കഫമില്ലേ, കഫം തിളക്കണ രോഗികളുണ്ടല്ലോ, 10, 50, 5-6 കൊല്ലമൊക്കെ കിടപ്പ് രോഗികളില്ലേ. അപ്പോൾ അവിടെ കഫം ഇങ്ങനെ ഇരുന്ന് തിളക്കും, പഴയ കഫമാകും. അപ്പോൾ അവരുടെ വായിലല്ലേ കുർബാന കൊടുക്കേണ്ടത്. അപ്പോൾ അവരിങ്ങനെ കഫം ശ്വാസം എടുക്കുമ്പോൾ ഈ പഴയ പൊകിട് കഫത്തിൻ്റെ മണം വന്ന് നമ്മുടെ മൂക്കിലടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓക്കാനും വരുകയും. അപ്പോൾ ഇത് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പൗരോഹിത്യത്തിൻ്റെ ഷെയറാണത്. അത് ക്രിസ്തുവാണെന്ന് പറയാൻ ക്രിസ്തുവിനറിയാം. ഇത് മിക്കവാറും ജനങ്ങൾ ഓർഫണാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അറിയാവുന്ന കൊണ്ട് അപ്പനായാലും അമ്മയായാലും രോഗിയായി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന കാരണം ആരും അവോയ്ഡ് ചെയ്യണത് കർത്താവിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്, ഞാൻ രോഗിയാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അതാണ് സംഭവം. ഞാൻ രോഗിയായിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 25:36 ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അതായത് അപ്പനായാലും അമ്മയായാലും രോഗിയായി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുമെന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് അപ്പനല്ല ആരായാലും ഒരു രോഗി, അപരിചിതനായ രോഗിയായാലും അവോയ്ഡ് ചെയ്യപ്പെടരുത്. ഇത് ഈശോയുടെ ദിവ്യത്വത്തിൻ്റെ ഒരു തിളക്കമാണിത്. നമ്മൾ ഈശോയുടെ ദിവ്യത്വത്തിലേക്ക്, ലോകത്ത് കുറേ ദൈവങ്ങളുടെ പേരിൽ കുറേ വേഷങ്ങളില്ലേ, അതൊക്കെ നോക്കുമ്പോൾ ഈശോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോണതാണ്. ദൈവികമായ ആന്തരികതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതനായ രോഗിയായ പോലും സംരക്ഷിക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹ മനസ്സാണ്. കൈയ്യടിച്ച് കർത്താൻ ഞങ്ങൾക്ക് ഈശോയെ കണ്ടുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കാനുള്ള വലിയ കൃപ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. സദയം തുടേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ രോഗിയായിരുന്നു എന്ന് കണ്ടാൽ അപരിചിതനായ രോഗി ഗവൺമെൻറ് ആശുപത്രിയിൽ താമസിക്കുന്ന ആളായാലും ശരി, ഈശോ എന്താ പറയണത്, അത് ഞാനായിട്ടാണ് നീ കാണേണ്ടത്. അപ്പം എന്നാ പറ്റും? നിനക്ക് എന്നോടുള്ള സ്നേഹമായിരിക്കണം ആ രോഗിയെ ചികിത്സിക്കാനുള്ള സ്പീഡ് നിശ്ചയിക്കേണ്ടത്. മനസ്സിലായി? സ്പീഡാണ് വിഷയം. നമ്മളുടെ പല കാര്യങ്ങളും താമസിക്കാൻ കാരണം നമ്മൾ ഉടമ്പടി പ്രവർത്തനങ്ങളിൽ സ്പീഡില്ലാത്ത കൊണ്ടാണ്. ഉടമ്പടി പ്രവർത്തനങ്ങളിൽ നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കും. ഓരോ കാര്യവും അത് നാളെ ചെയ്യാം, അടുത്ത ആഴ്ച ചെയ്യാം, എപ്പോഴും ചെയ്താൽ മതിയല്ല, ഈ മാസം ചെയ്താൽ മതിയല്ലോ എന്ന് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഫോർമാറ്റാണ് നിനക്കുള്ളെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മാനുഷികമായ ഒരു രീതിയിലാണ് നിങ്ങൾ യേശുവിനെ കാണുന്നത്. അപ്പോസ്തലന്മാർ ഒരു കാലത്ത് മാനുഷികമായ രീതിയിലാണ് യേശുവിനെ കണ്ടത്. പിന്നീട് തെറ്റ് മനസ്സിലായപ്പോൾ പൗലോസ് പറയും, ഞങ്ങളിനി ഒരിക്കലും മാനുഷികമായ രീതിയിൽ യേശുവിനെ കാണത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മാനുഷികമായ രീതിയിൽ ശ്രുതികട്ടെ. സദയം തുടേ
സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എരിയും മെഴുതിരി പോലെ ഇനിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം. ഇനിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. വായിച്ചോളൂ. 2 കൊരിന്തോസ് 5:16. 2 കൊരിന്തോസ് 5:16. അതിനാൽ അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ശ്രദ്ധിക്കട്ടെ. അതായത് എന്താ പറയണത്, നമ്മൾ ഒരു സ്വാഭാവികമായ ആദ്യ ഘട്ടത്തിൽ ആൾക്കാരെ വീക്ഷിക്കുന്നത് മാനുഷികമായ കാഴ്ചപ്പാടിലാണ്. രോഗികളെ രോഗികളായിട്ടും ഓരോരോ നിൻ്റെ ജാതി അല്ലാത്തവരെ മറ്റു ജാതിക്കാരെ ആ ജാതിക്കാരായിട്ടും ഈ രീതി മാനുഷികമായിട്ടാണ് ജനങ്ങളെ കാണുന്നത്. പക്ഷെ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചാൽ പിന്നെ മാനുഷിക വീക്ഷണം അസ്തമിക്കണം. മനസ്സിലായില്ലേ? വായിച്ചുള്ളൂ. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അതായത് ക്രിസ്തുവിനെ പോലും മാനുഷികമായ കാഴ്ചപ്പാടിൽ ഒരു കാലത്ത് സാവൂള് അയാള് പൗലോസ് മുമ്പുള്ള കാര്യമാണ് പറയണത്. അങ്ങനെ വീക്ഷിച്ചിരുന്ന് അതിനുള്ള സാധ്യതയുണ്ട്. ഈ വീക്ഷണം പരികർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം, പരിവർത്തനം ചെയ്തിട്ടുണ്ടോ. നിങ്ങൾ ഒത്തിരിയേറെ പേര് ജോലി കർത്താവിന് വേണ്ടി ചെയ്യുന്നു, പക്ഷേ കാഴ്ചപ്പാട് നോക്കണം, കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം. ക്രിസ്തുവിനെ ദൈവികമായ കാഴ്ചപ്പാടിൽ വീക്ഷിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വചനങ്ങളെ ദൈവവചനമായിട്ട് മനസ്സിലാകത്തുള്ളൂ, അല്ലെ കർത്താവിൻ്റെ വചനത്തെ മാനുഷിക വചനമായിട്ട് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ യുക്തിവാദികൾ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ വചനത്തെ മാനുഷിക വചനമായിട്ടാണ് കാണുന്നത്. ഈശോയെ ദൈവമായിട്ട് കാണാത്ത എല്ലാ ആൾക്കാരും ദൈവവചനത്തെ മനുഷ്യൻ്റെ വചനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ വചനത്തെ മനുഷ്യൻ്റെ വചനമായിട്ട് കണ്ടാലുള്ള കുഴപ്പം വെച്ചാൽ ആ വചനത്തിൻ്റെ റിട്ടേൺസേ ഉണ്ടാകത്തുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. മത്തായി 10:41. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് പ്രശ്നം. ഉടമ്പടി എടുത്താലും കാഴ്ചപ്പാട് മാറുന്നില്ലെങ്കിൽ അനുഭവങ്ങൾ തളരാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ക്രിസ്തുവിനെ ദൈവമായി കാണാത്തുള്ള കാലം ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ദൈവവചനമായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകൾ
അഭിഷേകപൂരിതമാകാൻ വേണ്ടി ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു കൈ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ തിരുമുറുമാർന്ന വലത്ത് കരം എന്റെ പാവപ്പെട്ട ശിരസിൽ വെക്കണമേ. എന്റെ ആന്തരിക ബോധ്യങ്ങളിലെ നിന്റെ ദൈവികതയെ കുറിച്ചുള്ള പൂർണ്ണ അറിവാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അതുവഴി അങ്ങയുടെ വചനത്തിന്റെ മുഴുവൻ ശക്തിയും അനുഭവിക്കുവാൻ എന്നെ പ്രാപ്തമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. കാഴ്ചപ്പാടുകളെ സ്നേഹത്താൽ വീക്ഷിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന